അതിതീവ്ര മഴ മുന്നറിയിപ്പിനെ തുടർന്ന് കാസർഗോഡ് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയാണ് അവധി. ഷഫീഖ് നസറുള്ള ചേരുന്നു. ഷഫീഖ്, വലിയ മഴ, റെഡ് അലർട്ട് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നതാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുള്ള അവധിയുടെ വിശദാംശങ്ങൾ. ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് ഇന്നും നാളെയും അതിശക്തമായ മഴ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് കാസർഗോഡ് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ നാളെ അവധി പ്രഖ്യാപിച്ചത്. ഇന്ന് സ്കൂൾ വിട്ടുപോകുന്നവർ സുരക്ഷിതമായി വീട്ടിലെത്തുന്നു എന്ന് ഉറപ്പുവരുത്താൻ അതാത് വില്ലേജ് ഓഫീസർമാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് ഉച്ച മുതലാണ് അതിശക്തമായ മഴ ജില്ലയുടെ പല ഭാഗങ്ങളിലും കനപ്പെട്ടത്. ശക്തമായ മഴ ഇപ്പോൾ എല്ലാ ഭാഗത്തും അനുഭവപ്പെടുന്നുണ്ട്. ഇന്ന് സ്കൂളുകൾ പ്രവർത്തിക്കുന്നു. സ്കൂളുകളിൽ നിന്ന് വീട്ടുകളിലേക്ക് കുട്ടികൾ സുരക്ഷിതമായി എത്തുന്നു എന്ന് ഉറപ്പുവരുത്താൻ ജില്ലാ കളക്ടർ വില്ലേജ് ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ പ്രവർത്തനം തഹസിൽദാർമാരോട് അത് നിയന്ത്രിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പലയിടത്തും റോഡ് പണി പുരോഗമിക്കുന്നു. ദേശീയപാതയിലും നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നുണ്ട്. ഈ ഇടങ്ങളിൽ അപകടകരമായ സാഹചര്യമുണ്ടെങ്കിൽ അത് ഒഴിവാക്കാനുള്ള നിർദ്ദേശം നൽകി. അതോടൊപ്പം തന്നെ സുരക്ഷാ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കുന്നു എന്ന് ഉറപ്പുവരുത്താനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. 2 ദിവസങ്ങളിൽ ക്വാറികളിൽ ഖനന പ്രവർത്തനം നിർത്തിവെക്കാനുള്ള നിർദ്ദേശം ജില്ലാ കളക്ടർ നൽകിയിട്ടുണ്ട്. ഒപ്പം ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ 2 ദിവസത്തേക്ക് നിർദ്ദേശവും നൽകി. ശക്തമായ മുന്നറിയിപ്പാണ് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ നൽകിയിട്ടുള്ളത്. ഒരു കാരണവശാലും മത്സ്യത്തൊഴിലാളികൾ കടലിൽ ഇറങ്ങരുത് എന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. നാളെ കാസർഗോഡ് ജില്ലയിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം ഇന്ന് ഉച്ച മുതൽ അതിശക്തമായ മഴ ജില്ലയിൽ തുടരുന്നു. ഈ മഴയുടെ സാഹചര്യത്തിൽ ഇന്ന് സ്കൂളിലെത്തിയ മുഴുവൻ വിദ്യാർത്ഥികളും സുരക്ഷിതമായി അവരുടെ വീടുകളിൽ എത്തുന്നു എന്ന് ഉറപ്പുവരുത്താൻ വില്ലേജ് ഓഫീസർമാർ അടിയന്തരമായി ഇടപെടണമെന്നും അതിന് പോലീസ്, ഫയർഫോഴ്സ് അടക്കമുള്ള ആളുകളുടെ സഹായങ്ങൾ വേണമെങ്കിൽ അത് ഉടൻ തേടണം എന്ന നിർദ്ദേശവുമാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ നൽകിയിട്ടുള്ളത്. ശരി ഷഫീഖ്.